ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും കേൾക്കുന്ന ചോദ്യം ഇന്ന് ഈ കറി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മാങ്ങയും കൊണ്ട് ഒരു വെറൈറ്റി പിടിക്കാം. ഇനി മാങ്ങ നമ്മൾ ചെത്തി വൃത്തിയാക്കിയിട്ട് ഇനി അത് ചെറുതായി നുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ബട്ടർ, ശർക്കര മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ടാണ്. പിന്നെ തേങ്ങാപ്പാൽ കേട്ടോ, തേങ്ങാപ്പാലാണ് ആവശ്യം. നമ്മൾ തേങ്ങ ചിരവി അരച്ചതിൻ്റെ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വയ്ക്കാം, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്തത്. അത് ഉള്ളി നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഞങ്ങൾ 3 ഉള്ളിയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ, മാങ്ങയുടെ എണ്ണത്തിനനുസരിച്ചിട്ടും. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം വഴന്ന് വരുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കുക. അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. ആ തിളച്ച് വരുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളപ്പിക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്